ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. വേടൻ അറസ്റ്റിലായ വിഷയം കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സുഹൃത്ത് ചോദിച്ചു, ഇന്ന് പറയാൻ പോകുന്ന വിഷയം വേടനെ കുറിച്ചാണോ? അപ്പം ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്. എനിക്കതിനകത്ത് ചില കൺഫ്യൂഷൻ ഉണ്ട്. കഞ്ചാവ് ഉപയോഗിച്ച കാര്യത്തിൽ ഒരു ദാക്ഷിണ്യവുമില്ല. മയക്കുമരുന്ന് ഉപയോഗിച്ച വിഷയത്തിൽ വേടനൊപ്പം നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതിപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ സാധാരണ കഞ്ചാവാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഉപദേശത്തിൽ പറഞ്ഞത് MDMA കുറിച്ചാണ്, രാസലഹരിയെക്കുറിച്ചാണ്, സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞാലും മറ്റൊരു പ്രയോഗം ഉണ്ടല്ലോ, ഉപദേശവും ഒരു മിച്ച വേണ്ട എന്ന് പറയുന്നത്. ആ പ്രയോഗം പലരും ഉപയോഗിച്ച് നമ്മൾ കണ്ടു, അത് കറക്റ്റാണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കാണണം കേട്ടോ. ഈ ഉപദേശം പല സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. മദ്യം വിൽക്കുകയും അത് വലിയൊരു ഇൻകം സോഴ്സായി കാണുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മദ്യാസക്തിക്കെതിരെ ഞങ്ങൾ പല രീതിയിലുമുള്ള ക്യാമ്പയിനുകൾ നടത്തും അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതും ഈ ഉപദേശവും ചെയ്യുന്നതിന്റെ ഭാഗത്ത് വരുന്നതാ. പിന്നെ കേരളത്തിൽ പാൻ മസാല നിയമപരമായിട്ട് നിരോധിച്ചിരിക്കുന്നു, വിൽപ്പന അവിടെയില്ല. പക്ഷേ മറ്റു ചില സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടെ പാൻ മസാല സാധാരണ കടയിൽ വിൽക്കുന്നത് പോലെ, പണ്ടൊക്കെ കേരളത്തിൽ കണ്ടിരുന്നത് പോലെ പാൻ മസാല വിൽക്കുന്നത് കാണാം. അത് നിയമമൂലം നിരോധിച്ചിട്ടില്ല. അതേസമയം നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ സർക്കാരിന്റെ പരസ്യം കാണാം അവിടെ, അല്ലേ? പാൻ മസാല ഉപയോഗിക്കുന്ന ശരീരത്തിന് ഹാനികരമാണ്, ആരോഗ്യത്തിന് ഹാനികരമാണ്, എന്നിട്ട് ക്യാൻസർ വരുന്ന സംഭവങ്ങൾ ഉപദേശിക്കുന്നു, നിങ്ങളിത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതേസമയം നമ്മുടെ രാജ്യത്ത് പാൻ മസാല വിൽക്കുകയും ചെയ്യുന്നു. ഇതും ഈ ഉപദേശത്തിൻ്റെയും കൂട്ടത്തിൽ വരുന്നതാണ്. ഇനി മറ്റൊരു രസകരമായ കാര്യം, എല്ലാ സിനിമയും തുടങ്ങുന്നതിന് മുമ്പ് ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിക്കുന്ന നായകനോ അല്ലെങ്കിൽ നായികയായിട്ടുള്ള വ്യക്തി പറയുന്നൊരു ഉപദേശമുണ്ട്, സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നവർ പറയുകയും, എന്നാൽ ഇവർ ആരെങ്കിലുമൊക്കെ പുകവലി നിർത്തിയിട്ടാണോ പറയുന്നത്? അല്ല, ഇതും ഒരു തരത്തിൽ ഉപദേശവും ഒരുമിച്ച് നടത്തുന്നത് തന്നെയാണ്. അല്ലാതെ പണ്ടത്തെ പോലെ മഹാത്മാഗാന്ധി എന്നല്ലല്ലോ. മഹാത്മാഗാന്ധിജിയുടെ അടുത്ത് ഒരിക്കൽ ഒരമ്മ തൻ്റെ മകനെയും കൊണ്ട് വന്നു. മകനാണോ മകളാണോ എന്ന് ഓർമ്മ കഥ അത്ര ഓർമ്മ വരുന്നില്ല, എങ്കിലും തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വന്നു. കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ട് ഗാന്ധിജിയുടെ ആവശ്യപ്പെട്ട് കുഞ്ഞിനെ ഒന്ന് ഉപദേശിക്കണം, കുഞ്ഞിന് മധുരം കഴിക്കുന്ന ടെൻഡൻസി കൂടുതലാണ്, അവൻ അധികമായിട്ട് മധുരം കഴിക്കുന്നുണ്ട്. ഗാന്ധിജി പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ പോയിട്ടൊരു കുറച്ച് ദിവസം കഴിഞ്ഞ് വരൂ എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ അമ്മയും കുഞ്ഞും തിരിച്ചു വന്നു. ആ കുഞ്ഞിനോട് അന്ന് ഗാന്ധിജി പറഞ്ഞു, കുഞ്ഞ് നീ മധുരം അധികം കഴിക്കരുത്, അത് ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പൊ അമ്മ ചോദിച്ചു, ഇത് അന്ന് പറഞ്ഞാൽ പോരായിരുന്നു, എന്തിനാ ഞങ്ങളെ വീണ്ടും നടത്തിച്ചത്? അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾ അന്ന് വന്നപ്പോൾ എനിക്കും മധുരം അധികം കഴിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു, അപ്പോൾ ആ ശീലം വെച്ചിട്ട് എനിക്ക് ഇവന് ഉപദേശിക്കാൻ കഴിയില്ല. അങ്ങനെ ഗാന്ധിജിയെ പോലെ ചിന്തിക്കുന്നവരൊന്നും ഇല്ലല്ലോ, സിനിമാക്കാരായാലും ആരായാലും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാമെങ്കിലും വേടന്റെ കാര്യത്തിൽ, ഈ ഒരു വിഷയത്തിൽ വേടൻ ഏത് രീതിയിലുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടും വന്നിരുന്ന് ന്യായീകരിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അതിപ്പോൾ ഏത് രീതിയിൽ അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ ശ്രമിച്ചാലും ഇതൊരു ന്യൂനപക്ഷ വിരുദ്ധതയാണ്, അല്ലെങ്കിൽ കീഴാള വിരുദ്ധതയാണ്, ജാതീയ വിരുദ്ധതയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ഏത് ജാതിയിൽപ്പെട്ടവൻ മയക്കുമരുന്ന് ഉപയോഗിച്ചാലും മയക്കുമരുന്ന് ഉപയോഗിച്ച് തന്നെയാണ്, അതിൻ്റെ ഒപ്പം നിൽക്കാൻ കഴിയില്ല. ഈ ഒരു ഭാഗം ക്ലിയറായി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് കൺഫ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേടനെതിരെ ഒരു പ്ലോട്ട് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെനിക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്തയുണ്ട്. പ്രത്യേകിച്ച് വേടന്റെ നിലപാടുകൾ, പാർട്ടിയിലെ നിലപാടുകൾ, ഈയിടെയായിട്ട് അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ, ഇതൊക്കെ ഇയാൾക്കെതിരെ ഒരു പ്ലോട്ട് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അവസരം കിട്ടിയാൽ ഇയാളെ കുടുക്കും എന്ന രീതിയിലേക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഉള്ള സാധ്യത മുന്നോട്ട് വെക്കുന്നതാണ്. അതുകൊണ്ടാണ് കഞ്ചാവ് കേസിൽ അയാൾക്ക് ജാമ്യം ലഭിച്ചിട്ടും കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞാണ് കേട്ടോ, 7 വർഷം വരെ തടവ് കിട്ടുന്ന രീതിയിൽ കേസെടുക്കുമെന്ന്. സമാനമായ സംഭവങ്ങൾ വന്യജീവി വകുപ്പ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സംഭവങ്ങളിൽ ഇതൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ഇവിടെ ഒരു പ്രിവിലേജിന്റെ പ്രശ്നം ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ആ വിഷയം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പുലിനഖമാണ് നമ്മളുടെ വിഷയം. വാർത്തയൊന്ന് കണ്ടു നോക്കാം. പുലിപ്പല്ലുമാലയിൽ പുലിവാലു പിടിച്ചു വേടൻ. ശ്രീലങ്കൻ വംശജനായ വിദേശ പൗരിൽ നിന്ന് സമ്മാനമായി കിട്ടിയ പല്ല് പുലിപ്പല്ലായിരുന്നുവെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് റാപ്പർ വേടൻ വനം വകുപ്പിന് നൽകിയിരിക്കുന്ന മൊഴി. മൃഗവേട്ടയടക്കം ജാമ്യമില്ലാ കുറ്റങ്ങൾ ചുമത്തിയാണ് വേടനെതിരെ വനംവകുപ്പ് നടപടി കടുപ്പിക്കുന്നത്. താൻ രാസലഹരി ഉപയോഗിക്കാറില്ല എന്നും കള്ളും കഞ്ചാവും ഉപയോഗിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമെന്നും വേടൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞു. കഞ്ചാവ് കേസിൽ ജാമ്യം കിട്ടിയെങ്കിലും വനംവകുപ്പ് ചുമത്തിയ കേസുകൾ പുലിവാലാവുകയാണ് വേടന്. വന്യജീവി സംരക്ഷണ നിയമത്തിലെ മൃഗവേട്ടയ്ക്കെതിരെ ഉള്ളതടക്കം 7 വകുപ്പുകളാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ വനംവകുപ്പ് ചുമത്തിയത്. 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവ. ശ്രീലങ്കൻ വംശജനായ രഞ്ജിത് കുമ്പിടി എന്ന വിദേശ പൗരൻ ചെന്നൈയിൽ വെച്ച് തനിക്ക് സമ്മാനമായി നൽകിയതാണ് ഈ പുലിപ്പല്ലെന്നാണ് വേടൻ വനം വകുപ്പിന് നൽകിയ മൊഴി. തൃശ്ശൂരിലെ ഒരു ജ്വല്ലറിയിലെത്തി ഈ പുലിപ്പല്ലിന് രൂപമാറ്റം വരുത്തിയ ശേഷമാണ് മാലയ്ക്കൊപ്പം ഇത് ചേർത്തതെന്നും
മൊഴിയിൽ പറയുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം വഴിയായിരുന്നു രഞ്ജിത്ത് കുമ്പിടിയുമായി വേടൻ സൗഹൃദം പുലർത്തിയത്. അദ്ദേഹത്തിൻ്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ നമ്മുടെ ഈ കേസിലൊരു റിലേഷൻ വരുന്നുണ്ട്. ഫ്രാൻസ് ഓർ UK പൗരന്മാരാണ്, ബട്ട് ശ്രീലങ്കയിൽ നിന്ന് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തവരാണ്. ഈ ഈവൻ ഹണ്ടിങ്ങിൻ്റെ ഒരു പൊസിഷൻ ഇല്ലെങ്കിൽ ഉള്ളത് ഇല്ലിസിറ്റ് അനധികൃതമായി ഇത് കയ്യിൽ വെക്കുന്നത് അതും കുറ്റകരമാണ്. ഹണ്ടിങ്ങിന്റെ പോർഷൻ ഇല്ലെങ്കിൽ അനധികൃതമായി കൈവശം വെക്കുന്ന കുറ്റകരമുണ്ട്. ഈ ഒരു സംഭവം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് ഇനി അവസാനം പറഞ്ഞൊരു കാര്യം. ഈ വിഷയം വന്നപ്പോൾ എല്ലാവരും എടുത്തു പറഞ്ഞൊരു കാര്യം, ആനപ്പല്ലിനേക്കാൾ വലുതാണോ പുലിപ്പല്ല്? ആനപ്പല്ല് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആനയുടെ കൊമ്പ്, ആനക്കൊമ്പ്. ഈ ആനക്കൊമ്പ് കൈവശം വെച്ച വിഷയത്തിൽ കേസിൽ വന്നിട്ടുള്ള മോഹൻലാലാണ്. മോഹൻലാലിന് കിട്ടിയ പ്രിവിലേജ് എന്തുകൊണ്ട് വേടനെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആ വിഷയം എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇതേ ട്രോൾ തന്നെയാണ്, ആലപ്പല്ലിനേക്കാൾ വലിയ പുലിപ്പല്ല്, ഇതാണ് വേടന് ലഭിക്കാതെ പോയ പ്രിവിലേജ് എന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ ആ വിഷയം കത്തി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ചാനലിൽ ഒന്നൊരു ചർച്ച, ആ ചർച്ചയിൽ ഈ വിഷയത്തെക്കുറിച്ച് ഒരു വിശദീകരണം ശ്രീജിത്ത് പണിക്കർ നൽകുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് ചില കാര്യം എനിക്ക് പറയാനുണ്ട്. ഇവിടെ ഇന്നലെ മുതൽ നടക്കുന്ന ഒരു കാര്യമാണ്. നടൻ മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് കണ്ടെത്തിയല്ലോ. അപ്പൊ അദ്ദേഹത്തിനെ എന്തുകൊണ്ട് നിങ്ങൾ കസ്റ്റഡിയിലെത്തില്ല? അതും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ വയലേഷൻ അല്ലേ? അപ്പൊ അദ്ദേഹം വെളുത്ത നിറക്കാരനായതുകൊണ്ടോ വരേണ്യവർഗ്ഗക്കാരനായതുകൊണ്ടോ സർക്കാരിന് കൂടുതൽ വേണ്ടപ്പെട്ടയാളായതുകൊണ്ടോ പൊതുസമൂഹത്തിൽ കൂടുതൽ സ്വാധീനമുള്ളയാളായതുകൊണ്ടോ ആണോ അദ്ദേഹത്തിന് ആ ഒരു പ്രിവിലേജ് കിട്ടിയതും വേടൻ അത് കിട്ടാതെ വന്നതും എന്നൊരു ചോദ്യം ആൾക്കാർ പറയുന്നുണ്ട്. ഇതിന്റെ നിയമവശമോ ഈ വിഷയം എന്താണോ എന്ന് കൃത്യമായി അറിയാത്ത ആൾക്കാരാണ് ആ പറയുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇത് ഒന്നിലൊരു ആനയാണ്, രണ്ടാമത്തേതിലൊരു പുലിയാണ്. ഈ ആന എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാവുന്ന ഒരു ജീവിയാണ്. അതിന് സാധ്യതയില്ലാത്ത ഒരു ജീവിയാണ് ഇപ്പുറത്ത് നിൽക്കുന്ന പുലി. ഒന്ന് ആനയുടെ കൊമ്പാണ്. ഈ ചെരിഞ്ഞ ആനയുടെ കൊമ്പ് നിയമപരമായി കൈവശം വെക്കാം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമം. എന്നാൽ പുലിയുമായി ബന്ധപ്പെട്ട് പുലിയെ ഹണ്ട് ചെയ്യുക എന്ന രീതിയിലാണ് ഉപയോഗിക്കുക. ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നതല്ല. പുലിക്ക് ഒരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇല്ല, മറിച്ച് ആനയെ സംബന്ധിച്ചിടത്തോളം ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ മോഹൻലാലിന്റെ വീട്ടിലും മറ്റൊരു പരിശോധന നടക്കുന്ന സമയത്താണ് അവിടെ വെച്ച് ഈ ആനക്കൊമ്പ് കാണുന്നത്. അപ്പൊ ആനക്കൊമ്പ്, ഇത് വർഷം 2011 അപ്പൊ അങ്ങനെ ഈ ആനക്കൊമ്പ് കാണുന്നു. ആ ആനക്കൊമ്പ് അവർ കസ്റ്റഡിയിൽ എടുക്കുന്നു. ആ സമയത്ത് മോഹൻലാൽ അവിടെ ഇല്ല. പക്ഷെ അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം ചെയ്തിരുന്ന ആദ്യത്തെ കാര്യം ഈ ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ എന്തൊക്കെയാണ്, അതിന്റെ രേഖകൾ എന്താണ് എന്ന് അദ്ദേഹം ഈ രേഖാമൂലം അധികൃതരെ, പ്രത്യേകിച്ച് വിവിധ വകുപ്പുകളെ, പിന്നീട് ഇന്ത്യയിലെ തന്നെ പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ അറിയിക്കുകയാണ് ചെയ്തത്. അതായത് കൃഷ്ണകുമാർ എന്ന പേരിലുള്ള ഒരു വ്യക്തിയുടെ സ്വന്തം ആന, കൃഷ്ണൻകുട്ടി എന്നോ മറ്റോ ആണ് ആ ആനയുടെ പേരുണ്ടായിരുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചരിഞ്ഞ ആനയാണ്. അപ്പൊ ഈ കൃഷ്ണകുമാർ എന്ന വ്യക്തിക്ക് കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആനയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അത് ചെരിഞ്ഞതാണ് എന്നതിന്റെ രേഖയുണ്ട്. ഉടമസ്ഥൻ ഇദ്ദേഹം തന്നെ ആയതുകൊണ്ട് ഈ കൊമ്പിന്റെ ഉടമസ്ഥാവകാശം അദ്ദേഹത്തിന് തന്നെയാണ് എന്നതിന്റെ രേഖയുണ്ട്. ഈ രേഖകളെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഈ ഉടമസ്ഥൻ എന്താ ചെയ്തത്, ഈ കൃഷ്ണകുമാർ എന്താ ചെയ്തത്, മോഹൻലാലിന് അതൊരു ഗിഫ്റ്റ് പോലെ കൊടുത്തതാണ്. അപ്പൊ ഇത് കൈവശം സൂക്ഷിക്കാനുള്ള അവകാശം കൃഷ്ണകുമാറിനുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം തന്നെ മോഹൻലാൽ ഹാജരാക്കുന്നു. അത് കിട്ടിയതിന് ശേഷം ഈ അധികൃതർ എന്താ ചെയ്തതെന്നറിയില്ലേ? അധികൃതർ പറഞ്ഞത് മോഹൻലാൽ ഇത് കൊണ്ടുപോയിക്കോളാനാണ് പറഞ്ഞത്. അതായത് ഇതിന് നിയമപരമായിട്ട് ഈ എടുത്തിരിക്കുന്ന സാധനം ആയതുകൊണ്ട് വ്യവഹാര നടപടി തീരാത്തതായതുകൊണ്ട് ഇതിനൊരു ഫീ ഉണ്ട്. അത് അടച്ചതിന് ശേഷം ഈ ആനക്കൊമ്പ് കൊണ്ടുപോകാൻ പറഞ്ഞു. അല്ലാതെ അവരത് പിടിച്ചവരുടെ കയ്യിൽ വെച്ചിരിക്കുകയല്ല. അപ്പൊ അത് അങ്ങനെ അവർക്ക് തിരിച്ചത് നൽകി. പിന്നീട് ഈ കൈവശാവകാശം അദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നത് 2016 അതായത് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം പണം വാങ്ങിയിട്ടല്ലാതെ മോഹൻലാലിന് ഇത് സമ്മാനമായി നൽകുകയാണ് എന്നതുമായി ബന്ധപ്പെട്ട ആ ലീഗൽ പ്രൊസീജിയർ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഇതിന്റെ കൈവശാവകാശം 2016 നിയമപരമായിട്ട് മോഹൻലാലിന് വന്നു. അപ്പൊ ഇതോടുകൂടി ഇതിന്റെ ഹിസ്റ്ററി പൂർണ്ണമായി. അതായത് ആനയുടെ ഉടമസ്ഥാവകാശം, അത് ചരിഞ്ഞു എന്നുള്ള വിവരം, കൊമ്പിന്റെ അവകാശം, കൈവശാവകാശ കൈമാറ്റം, ഇതെല്ലാം നിയമപരമായതുകൊണ്ട് തന്നെ പിന്നെ ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നിയിട്ട് സംസ്ഥാന സർക്കാർ തന്നെ ആ കേസ് ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ ആ സമയത്ത് 2 ആൾക്കാരുടെ പരാതി ഉണ്ടാകുന്നു. പിന്നീട് ഒരു പൊതുതാൽപര്യ ഹർജി ഉണ്ടാകുന്നു. അപ്പൊ അത് കേട്ട സമയത്ത് പെരുമ്പാവൂരിലോ മറ്റുള്ള കോടതിയാണ് പറയുന്നത് സർക്കാർ ഇതിൽ നിന്ന് പിന്മാറാൻ പാടില്ല എന്ന്. അപ്പൊ അതിന് വീണ്ടും ആ കേസ് ഹൈക്കോടതിയിൽ വരുന്നു. ഹൈക്കോടതി എന്ത് ചെയ്തു? അതിനെ സ്റ്റേ ചെയ്തു. ഇപ്പോഴും ഈ പ്രൊസീജിയർ എല്ലാം തന്നെ സ്റ്റേ ചെയ്ത് അവിടെ നിൽക്കുകയാണ്. ഇത് ഈ കാര്യത്തിനെ എടുത്തതിന് ശേഷമാണ് പുലിയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം, പുലിയുടെ കൈവശാവകാശം നമുക്കുണ്ടോ, പുലിയുമായി ബന്ധപ്പെട്ട ഓണർഷിപ്പ് ഉണ്ടോ, ഈ പുലി എങ്ങനെയാണ് ചത്തിരിക്കുന്നത്, അതിനെ ഹണ്ട് ചെയ്തിരിക്കുന്നതാണോ അല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ടോ, ഇതൊന്നും ഇല്ലാന്നേ. അപ്പോൾ ഈ രേഖകളൊന്നും ഇല്ലാത്തത് കൊണ്ട് വേടനെതിരെ അന്വേഷണം നടത്താം, അല്ലെങ്കിൽ വേടനെ നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് തെളിവെടുക്കാമെന്നാണ് അവിടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. 1-2 കാര്യങ്ങളിൽ എനിക്കൊരു സംശയമുള്ളത്. ഒന്ന്, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ആനയെ, അതായത് നമ്മൾ നാട്ടാനയെ പോലെ വളർത്തുമല്ലോ. ഇപ്പോൾ വീട്ടിൽ നമുക്ക് ആനയെ വളർത്താം, നമുക്ക് വാങ്ങിക്കാം, മെരുക്കിയെടുത്ത ആനയെ വളർത്താനുള്ള ഒരു അവകാശമുണ്ട്. ഈ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ആനയുടെ കൊമ്പ് നമ്മൾക്ക്
ഉപയോഗിക്കാമോ? അതിനെക്കുറിച്ച് നിയമം പറയുന്ന ഒരു കാര്യം നമ്മൾക്ക് കണ്ടു നോക്കാം. In general, it is not permitted to keep domestic elephant ivory in general. While some may be allowed to retain tasks under specific conditions like not trading them, the trade in ivory including from domestic elephants is heavily restricted or banned. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് എലഫന്റ് ആണെങ്കിൽ പോലും ഐവറി സൂക്ഷിക്കുന്നത് നിയമപരമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. ഹെവിലി ബാൻഡ് എന്നാണ്, അല്ലെങ്കിൽ ഹെവിലി റിസ്ട്രിക്റ്റഡ് ഓർ ബാൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽ കാര്യത്തിൽ അങ്ങനെയുണ്ട്. പിന്നെ ചില സാഹചര്യങ്ങൾ സൂക്ഷിക്കാമെന്ന് പറയുന്നു. ഇപ്പം ഇദ്ദേഹം പറഞ്ഞതുപോലെ ആനയെ വളർത്തിയത് മരണപ്പെട്ട അയാളുടെ കയ്യിൽ സൂക്ഷിക്കാം. അത് ട്രേഡ് ചെയ്യുന്നില്ല എങ്കിൽ അയാൾക്ക് അത് ഉപയോഗിക്കാം. ഇവിടെ കേസിൽ ട്രേഡ് നടന്നിട്ടില്ല. മോഹൻലാലിന് സമ്മാനമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ മോഹൻലാലിന് ഇത് സൂക്ഷിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. 2011 കേസ് വരുമ്പോൾ മറ്റൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് റെയ്ഡ് നടക്കുമ്പോഴാണ് ആനക്കൊമ്പ് കണ്ടെത്തുന്നത്. ഈ ആനക്കൊമ്പ് കിട്ടിയതിന് ശേഷം ഈ ആനക്കൊമ്പ് മോഹൻലാലിന് ഇത് കൈവശം വെക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഈ പറയുന്ന കൃഷ്ണൻകുട്ടിയോ അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയോ കൃഷ്ണൻകുട്ടി എന്ന ആനയോ അതിന്റെ പൊസഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവോ, മരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവോ, ഐവറി സൂക്ഷിക്കാനായിട്ട് ഈ പറയുന്ന പോലെ എക്സെപ്ഷനിൽ അലോ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം സൂക്ഷിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും. പക്ഷെ മോഹൻലാലിന് സൂക്ഷിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഗിഫ്റ്റ് കിട്ടിയതാണ് എന്നതിന് തെളിവുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ മോഹൻലാലിന് പൊസഷൻ ചെയ്യാനുള്ള ലൈസൻസ് ലഭിക്കുന്നത് 2015 അപ്ലൈ ചെയ്യുന്നത്, 2016 ലഭിക്കുന്നത്. ഇതിനിടയിൽ ഈ ഒരു സാഹചര്യമുള്ളപ്പോൾ മോഹൻലാലിനെ ഒരു പോലീസ് ജീപ്പിൽ കയറ്റി തെളിവെടുപ്പ് നടത്താൻ പോയതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ? കുറഞ്ഞ പക്ഷം ഈ നടന്നത് ഒരു ട്രേഡ് അല്ല, ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആണ്. അതിൻ്റെ ഫിനാൻഷ്യൽ ഭാഗങ്ങൾ, കാരണം ഒരാൾ പറയാണ് ഇപ്പോൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മോഹൻലാൽ ആയാലും ഈ കൃഷ്ണൻകുട്ടി ആയാലും പറയാൻ പോകുന്നത് ഗിഫ്റ്റ് ആണെന്നാണ്. പൈസയുടെ ഇടപാടിനെ കുറിച്ച് പറയില്ല. അങ്ങനെ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല, ഗിഫ്റ്റ് തന്നെ ആയിരിക്കും. പക്ഷേ അതങ്ങനെ തന്നെയാണോ എന്ന രീതിയിൽ അന്വേഷിക്കാനായിട്ട് തെളിവെടുപ്പെന്ന രീതിയിൽ മോഹൻലാലിനെ പോലീസ് ജീപ്പിൽ കൊണ്ടുപോകും നമ്മൾ കണ്ടോ. ഇതിനെയാണ് പ്രിവിലേജ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം ഇയാൾ പറഞ്ഞത് ഹണ്ട് ചെയ്താലാണ് പ്രശ്നമെന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ച് മുന്നേ പോലീസ് ഓഫീസർ പറഞ്ഞ കാര്യം അതാണ് ഞാൻ ഓർത്തിരിക്കാൻ പറഞ്ഞത്. ഹണ്ട് ചെയ്തില്ല എങ്കിൽ കൂടി പൊസഷൻ പ്രോപ്പറാണോ അല്ലെങ്കിൽ കടത്തിക്കൊണ്ടുവന്നതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഇതേ സംഭവം തന്നെ മോഹൻലാലിന്റെ കാര്യത്തിലും ചെയ്തു എന്നുള്ളതാണ്. ട്രേഡ് ചെയ്യപ്പെട്ടതാണോ, ഗിഫ്റ്റ് കൊടുത്താണോ എന്ന രീതിയിൽ അന്വേഷണം നടത്താൻ. ഇപ്പോൾ ഒരാൾ പറഞ്ഞു നോക്കി എന്നാൽ ശരി കൊണ്ടുപോയിക്കൊന്ന് പറയുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ, അതിൽ അന്വേഷണം നടക്കണം. അങ്ങനെ രീതിയിൽ ഒരു തെളിവെടുപ്പൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ മോഹൻലാലിന് അത് ലീഗലി വെക്കാനുള്ള അവകാശം ഇപ്പോഴുണ്ട്. മോഹൻലാൽ അത് 2016 അദ്ദേഹത്തിന് നിയമപരമായിട്ട് ലഭിച്ചു, ലീഗലി കൈവശം വെക്കാം. പക്ഷേ 2011 എന്തുകൊണ്ട് ആനക്കൊമ്പ് കൊടുത്തു വിട്ടു എന്നുള്ള ചോദ്യമായിട്ട് നിൽക്കുന്നു. കാരണം 2011 ആനക്കൊമ്പ് സൂക്ഷിക്കാനുള്ള അവകാശം മോഹൻലാലിനില്ല. ഒറിജിനൽ ഓണറിനുണ്ട്, പക്ഷെ മോഹൻലാലിനില്ല. അപ്പോഴും മോഹൻലാൽ എന്തുകൊണ്ട് അത് കൊടുത്തു വിട്ടു എന്നുള്ള കാര്യവും ചോദ്യമായിട്ട് ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ അവസാന ഭാഗത്ത് ഇദ്ദേഹം പറയുന്നൊരു കാര്യം കൂടി കൂട്ടിയിട്ട് നമുക്കിതിന്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് പോവാം. ഒരൊറ്റ ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാം. ഈ പ്രൊസീജിയർ വേടൻ നേരിട്ടിരിക്കുന്ന വിവേചനം എന്താണ്? എന്ത് തരത്തിലുള്ള വിവേചനമാണ് നിയമപരമായിട്ടാണെങ്കിലും സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും വേടൻ നേരിട്ടിരിക്കുന്ന വിവേചനം എന്താണെന്ന് നിങ്ങൾ പറയൂ, ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കാം. ഇദ്ദേഹം നിൽക്കാമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ വിവേചനമാണ് ഞാൻ പറഞ്ഞത്. ഇതേമാതിരി മോഹൻലാലിനെ തെളിവെടുപ്പിനെന്ന രീതിയിൽ ആരെങ്കിലും കൊണ്ടുപോയോ നമ്മൾ കണ്ടു. പക്ഷേ വേടനെ ഉടൻ തന്നെ വനം വകുപ്പിന് കൈമാറുന്നു. പോലീസ് ജീപ്പിന്റെ അകമ്പടിയോടെ സത്യത്തിലേക്ക് തോന്നുന്നു മോഹൻലാലിനാണ് വിവേചനം ഉണ്ടായത്. ഇവിടെ മോഹൻലാലിൽ നിന്നൊന്നും ഒരിക്കലും പ്രിവിലേജ് കിട്ടിയില്ല ഈ പോലീസ് അകമ്പടിയോടെ പോകാൻ, വനം വകുപ്പിന്റെ അകമ്പടിയോടെ തെളിവെടുപ്പിന് പോകാൻ. മോഹൻലാലിനെ അവർ ഗൗനിച്ചു പോലുമില്ല. വന്ന പാടെ ആനക്കൊമ്പ് കൊടുത്ത് തിരിച്ചുവിട്ട് അദ്ദേഹത്തെ അവഗണിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ മോഹൻലാലിന് ഇവിടെ പ്രിവിലേജ് ഇല്ലാതെ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ശ്രീതി ചോദിച്ച ചോദ്യത്തിൽ ഒരു പ്രിവിലേജ് ഇല്ലായ്മ എന്താണെന്നുള്ള സംഭവം ഞാൻ കാണിച്ചത്. ഈ ഒരു വാർത്ത കേട്ട് നോക്കൂ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാലയിൽ പുലിപ്പല്ല് ലോക്കറ്റ് ഉപയോഗിക്കുന്നതായി പരാതി. INTUC യുവജന വിഭാഗം ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹാഷിമാണ് DGPക്ക് പരാതി നൽകിയത്. പുലിപ്പല്ലുമാല എങ്ങനെ ലഭിച്ചെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഈ വാർത്ത കഴിഞ്ഞ ദിവസം ഈവനിങ്ങിലാണ് വന്നത്. പക്ഷെ ഉടൻ തന്നെ നമ്മുടെ വനം വകുപ്പ് അന്വേഷിക്കാൻ ഇറങ്ങിയോ? ഉടൻ തന്നെ പോലീസ് നേരെ പോയിട്ട് കേന്ദ്രമന്ത്രി അറസ്റ്റ് ചെയ്യുകയും തെളിവെടുപ്പിന് കൊണ്ടുപോവുകയും ചെയ്തു. കേന്ദ്രമന്ത്രി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കേന്ദ്രമന്ത്രി അല്ലെ MLA ഒന്നും അങ്ങനെ കയറി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ഈ പറയുന്നത് പോലെ ഒരു പ്രിവിലേജ് ഉണ്ട്, ജനപ്രതിനിധികൾക്ക് ലഭിക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. സ്റ്റേറ്റിന്റെ പ്രോപ്പറായിട്ടുള്ള ഉത്തരവൊന്നും ലഭിക്കാതെ അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. മന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒട്ടും പറ്റില്ല, അതെനിക്കറിയാം. പക്ഷേ ഒരു കേസ് എടുക്കാനുള്ള സാഹചര്യം ഇതിനകത്തുണ്ടായോ? ഒരു ചർച്ചയുണ്ടായോ? ഒരു സംസാരം ഉണ്ടായോ? ഇല്ല. ഉണ്ടാകുമോ? അതുമില്ല. ഇനി സംഭവിക്കാൻ പോകുന്നത് ആ പല്ല് ഇനിയിപ്പോൾ ഒരു വെളുത്തുള്ളി കഷ്ണമാണെന്ന് പറയാം. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, ചില കാര്യങ്ങൾ ഉള്ളിയായിട്ട് മാറും. അപ്പോൾ ചിലപ്പോൾ ഇനി പുലിപ്പല്ല് വെളുത്തുള്ളിയെ മാറുന്നതിന് വലിയ മാറ്റമൊന്നുമില്ല. രണ്ടും കാഴ്ചയിൽ ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന സംഭവമാണ്.
അല്ലെങ്കിൽ അതൊരു പ്ലാസ്റ്റിക് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞു മാറാം. റിപ്പോർട്ടർ ചാനലിൽ ഒരു അനാലിസിസ് നോക്കാം. പുലിപ്പല്ലാണ് ഇപ്പോൾ കേസായി കുരുക്കായി മാറിയിരിക്കുന്നതും ഇതിന്റെ പേരിലാണ് വേടൻ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നതും. ഈ പുലിപ്പല്ല് യഥാർത്ഥത്തിലുള്ളൊരു പുലിപ്പല്ലാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വേടനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നതും. ഒരു പുലിപ്പല്ല് വേടന്റെ മാലയിൽ കാണാം. ഈ പുലിപ്പല്ല് തനിക്ക് ഒരു സുഹൃത്ത് നൽകിയതാണെന്നും, മലേഷ്യയിലുള്ള ഒരു തമിഴ് വംശജനായ സുഹൃത്ത് നൽകിയതാണെന്നും, ആ രഞ്ജിത്ത് എന്ന് പറയുന്ന സുഹൃത്ത് നൽകിയ പുലിപ്പല്ല് പിന്നീട് തൃശ്ശൂരിൽ കൊണ്ടുപോയി ജുവലറിയിൽ കൊണ്ടുപോയി അത് ലോക്കറ്റാക്കി മാറ്റുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വേടൻ വനം വകുപ്പിന് കൊടുത്തിരിക്കുന്ന മൊഴി. ഇതനുസരിച്ചാണ് വേടനെ ഇപ്പോൾ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതും കസ്റ്റഡിയിലാക്കിയിരിക്കുന്നതും. ഇനി സുരേഷ് ഗോപിയിലേക്ക് വന്നാൽ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശരീരത്തിൽ കാണുന്നത് 2 പുലിപ്പല്ലുകളാണ്. ഇവിടെ 2 പുലിപ്പല്ലുകളെ പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കറിയില്ല, ഇത് സുരേഷ് ഗോപിയാണ് വ്യക്തമാക്കേണ്ടത്. ഇത് യഥാർത്ഥത്തിലുള്ള പുലിപ്പല്ലാണോ, സ്വർണത്തിൽ കെട്ടിയ പുലിപ്പല്ലു പോലെയുള്ള 2 ഭാഗങ്ങൾ ആണ് നമ്മൾ കാണുന്നത്. ഒന്നുകിൽ ഇത് യഥാർത്ഥ പുലിപ്പല്ലാണെങ്കിൽ ചോദ്യം ഇതാണ്, വേടൻ ഒരു പുലിപ്പല്ല് ഉപയോഗിച്ചപ്പോൾ അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തുവെങ്കിൽ 2 യഥാർത്ഥ പുലിപ്പല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയില്ല, ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കും സമാനമായ പ്രൊവിഷൻസിന്റെ അടിസ്ഥാനത്തിൽ വരില്ലേ? അപ്പോൾ ഇത് ഒന്നുകിൽ പുലിപ്പല്ല് അതല്ലെങ്കിൽ പുലിനഖം, ഇതെന്താണ് എന്നുള്ളതാണ് ഇനി വ്യക്തമാകേണ്ടത്. ഇങ്ങനെ ഈ രീതിയിലേക്കാണ് വിശകലനം പോകുന്നത്. ഈ രീതിയിൽ തന്നെ ആയിരിക്കും വരുന്നത്. ഞാനപ്പോൾ ഈ വിഷയത്തിൽ എൻ്റെ ഒരു കമൻറ്റ് പറയുന്നതിനേക്കാൾ നല്ല രസകരമായ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, മനോജ് വെള്ളനാട് എന്ന് പറയുന്നൊരു വ്യക്തി ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. പണ്ടാരെങ്കിലും ശബരിമലയിൽ പോകുമ്പോൾ പറഞ്ഞയക്കും, എനിക്കൊരു പുലിപ്പല്ല് മാല വാങ്ങിക്കൊണ്ട് വരണേ എന്ന്. എല്ലാ സീസണിലും ഇത് പതിവാണ്. എന്നിട്ട് കറുത്ത ജടലിൽ കോർത്ത ആ പ്ലാസ്റ്റിക് പുലിപ്പല്ലും വിട്ട് സ്കൂളിൽ പോകുമ്പോൾ യുദ്ധം ജയിച്ചു വന്ന ഒരു പ്രതീതിയാണ്. അതൊക്കെ ഒരു കാലം. എനിക്കിത് പറയാൻ നാണക്കേടില്ല, കാരണം നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ. പക്ഷേ അടുത്ത ജന്മത്തിൽ ആദ്യ ബ്രാഹ്മണനാകാൻ കാത്തിരിക്കുന്ന ഒരാൾ തൻ്റെ കഴുത്തിൽ കിടക്കുന്നത് വെറും പ്ലാസ്റ്റിക് പുലിപ്പല്ലാണ് എന്ന് സമ്മതിച്ചു തരാൻ സാധ്യത കുറവാണ്. സമ്മതിച്ചാൽ നാണക്കേടാവും. കണ്ട നായന്മാരും മേനന്മാരും മറ്റ് ഉന്നതകുല ജാതന്മാരും അദ്ദേഹത്തെ കർത്താവേ അതും ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് പറഞ്ഞ് കളിയാക്കും. വളരെ രസകരമായ ഒരു കമൻ്റാണ് അതിൽ. അല്ലെങ്കിൽ ഇനി പറയാൻ സാധ്യതയുള്ളത്, സുരേഷ് ഗോപിയെ പോലെ അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനാകാൻ ആഗ്രഹിക്കുന്ന ഉന്നത കുലജാതനായിട്ടുള്ള ഒരു വ്യക്തിയുടെ മുന്നിലേക്ക് പുലി വരികയും തൻ്റെ നഖം അഴിച്ചു കൊടുക്കുകയും ചെയ്തതായിരിക്കാം. അതും സംഭവിക്കാം. അപ്പോൾ ഈ വിഷയത്തിൽ ഇദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രിവിലേജ് എന്താണ് എന്നുള്ളതാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി കേന്ദ്രമന്ത്രിക്കൊരു പ്രിവിലേജ് ഉണ്ട് എന്ന് പിന്നെ വിചാരിക്കുക. വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇയാൾക്കും ആ പ്രിവിലേജ് ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ്. ഇത് വ്ളോഗർ മുകേഷിൻ്റെ ചില ചിത്രങ്ങളാണ് നിങ്ങൾ ഇതിനകത്ത് കാണുന്നത്. ഇയാൾ ഈ ഇടയ്ക്ക് പോക്സോ കേസിൽ പരാതി വന്നിരുന്നു ഇയാൾക്കെതിരെ. ഈ വ്ളോഗർ മുകേഷിൻ്റെ കഴുത്തിൽ 1 അല്ല 2 പുലിപ്പല്ലാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതിൽ ഞാനിത് ഫോട്ടോഷോപ്പ് ചെയ്തതോ മറ്റേതെങ്കിലും സോഴ്സിൽ നിന്ന് എടുത്തതല്ല കേട്ടോ. ഈ പറയുന്ന വ്യക്തിയുടെ പ്രൊഫൈലിൽ നിന്ന് എടുത്തതാണ്. ഇതൊരു ഫോട്ടോ. ഇത് രണ്ടാമത്തെ ഫോട്ടോയിൽ വളരെ വ്യക്തമായിട്ട് കാണാം കഴുത്തിൽ ഇരട്ട പുലിനഖ ആണ് ലോക്കറ്റായിട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ ഇരട്ട പുലിപ്പല്ലാണ്. ഇനി പല്ലായാലും നഖമായാലും ഒരു രീതിയിലുമുള്ള വന്യജീവികളുടെ ഭാഗങ്ങൾ ശരീരത്തിൽ അണിയാൻ പാടില്ലാത്തതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്കെതിരെ അന്വേഷണം വരേണ്ടതല്ലേ? ഇയാൾ ഈയിടക്ക് വേറൊരു കേസിലാണ് പിടിക്കപ്പെട്ടത്. അപ്പോൾ ഈ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ട പരിധിയിൽ പോകേണ്ടതല്ല, ചർച്ചകൾ വരേണ്ടതല്ലേ? ഇത് മറ്റൊരു 3ാമത്തെ ചിത്രമാണ്. അതിൽ വളരെ ക്ലോസപ്പിൽ നിന്ന് കാണാൻ കഴിയും കഴുത്തിൽ കിടക്കുന്ന പുലിനഖം. ഇതിനൊക്കെതിരെ അന്വേഷണം ഉണ്ടാവൂ? ഉടൻ തന്നെ പിടിച്ച് വന്യജീവി വകുപ്പിന് കൈമാറുമോ? 7 വർഷം വരെ ശിക്ഷ ലഭിക്കുമോ? ഇങ്ങനെയൊക്കെ ചർച്ചകൾ നടക്കാത്തിടത്താണ്, അല്ലെങ്കിൽ ഈ രീതിയിൽ നടപടികളൊന്നും കാണാത്തിടത്താണ്, മോഹൻലാലിനെ പോലീസ് ജീപ്പിൽ കയറ്റാത്തിടത്താണ് സുരേഷ് ഗോപിക്കെതിരെ ഉടനടി നടപടിയൊന്നും വരുമോ എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ വാർത്ത വന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നേരം പെടുത്ത് അന്വേഷിച്ചിട്ട് വേണം. വേറെ ഇപ്പോൾ വേടനെതിരെ ഉണ്ടായ ചടുലമായ നടപടികളൊന്നും നമ്മളിതിൽ പ്രതീക്ഷിക്കുന്നില്ല. പുലിനഖം ചോദ്യം ചെയ്യപ്പെട്ടില്ല. ഇതൊക്കെ ചെയ്യാത്തിടത്താണ് ഈ ശ്രീജിത്ത് പറഞ്ഞതുപോലെയുള്ള വിവേചനം ലഭിക്കാതെ പോകുന്ന പ്രിവിലേജ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഉടൻ തന്നെ ജാതി അതിനകത്തേക്ക് വലിച്ചിഴക്കേണ്ടതില്ല. ഇപ്പോൾ ജാതിയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പല കേസുകളും വരുമ്പോൾ ചില പ്രമുഖരായ വ്യക്തികൾക്ക് ലഭിച്ച പ്രിവിലേജ് ഒന്നും അത്ര പ്രമുഖരല്ലാത്ത മറ്റൊരു വ്യക്തികൾ ലഭിച്ചിട്ടില്ല. ശ്രീനാഥ് ഭാസി ജാതീയപരമായിട്ട് നായരാണെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ ഷൈൻ ടോം ചാക്കോ, ഇവർക്കൊന്നും ലഭിക്കാത്ത പ്രിവിലേജ് മുകേഷിനും സിദ്ദിഖിനും ഒക്കെ ലഭിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്.
അപ്പോൾ ഇവിടെ ജാതീയപരമായിട്ടുള്ള വിഭജനം മാത്രമല്ല ഞാൻ കാണുന്നത്, സ്വാധീനമുള്ളവന് ഒരു നിയമവും സ്വാധീനമില്ലാത്തവന് മറ്റൊരു നിയമവും. ഈ വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും കൂടെ നിൽക്കാമെന്ന് പറയുന്ന ശ്രീജിത്തിനെ കൂടെ കൂട്ടാമെന്ന് വിചാരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയത്തിലെ പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.